അതിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയാന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം പരിമിതികളില്ലാതെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇൻഡസ്ട്രി ആണല്ലോ MI ലൈഫ്സ്റ്റൈൽ. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഫലങ്ങളായിട്ട് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്ന് RTC റാങ്കിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന BK ഫാമിലി എന്നറിയപ്പെടുന്ന കപ്പിൾസ് സക്സസ് എത്ര ദൂരത്താണെങ്കിലും അത് എത്തിപ്പിടിക്കാവുന്ന ഒരേ ലക്ഷ്യത്തോടെ ഒരേ ചുവടുകളോടെ അതിനുവേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവര് ഒരു സാധാരണക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേളിൽ നിന്നും ഒരു ബിസിനസ് എന്റർപ്രണർ എന്ന നിലയിലേക്കുള്ള അവരുടെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാതൃക. അവരുടെ കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ്, ഹാർഡ് വർക്കിലൂടെ അവർ നേടിയെടുത്തതാണ്. നമുക്ക് ഓരോരുത്തർക്കും മാതൃക തന്നെയാണ്. അവരെ ഇന്ന് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ആദരപൂർവ്വം ഞാൻ അവരുടെ വിലപ്പെട്ട വാക്കുകൾക്കായി അവരെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം കൃഷ്ണ സാർ ഓൺ സ്പോട്ട്ലൈറ്റ്. Okay, thank you സുഹ മാഡം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അറിയുകയാണ്. എല്ലാവർക്കും താങ്ക്സ്. നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും നേരുകയാണ്. കാരണം നമുക്കറിയാൻ പറ്റും നമ്മൾ ഏറ്റവും വലിയൊരു ഭാഗ്യവാന്മാരാണ്. ഇന്നലെ കിടന്നുറങ്ങിയ ആളുകൾ ഇന്ന് ഒരുപാട് ആളുകൾ എഴുന്നേറ്റിട്ടില്ല. കാരണം എന്താണ്, നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ജഗദീശ്വരനോട് നമുക്ക് മനമുരുകി നമുക്ക് പ്രാർത്ഥിക്കാം, താങ്ക്സ് പറയാം. ഗുഡ് മോർണിംഗ് പങ്കുവെക്കാനും സാധിച്ചതിൽ ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറയാണ്. അതോടെ ഈ ഒരു ഐഫ്ലേമിറ്റ് നമുക്ക് ഒരുക്കി തന്ന നമ്മുടെയൊക്കെ ഭാഗ്യമായ അല്ലെങ്കിൽ എനർജി ആയ അല്ലെങ്കിൽ നമുക്കൊക്കെ ആവേശമായ നമുക്കൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വരാനും അത് ചെയ്യാനും ഇതുപോലൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാനും ആസ്പദമായിട്ടുള്ള നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ഫാമിലി മനോത്താറിനും ലതാ മേഡത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സാറ്, അതുപോലെ തന്നെ മുസ്തഫ സാറ്, ഇവർക്കും അതുപോലെ തന്നെ അൽത്താഫ് സാറ്, ഷുഹൈബ് സാറ്, ഇവരൊക്കെ പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും എപ്പോഴും കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ലീഡേഴ്സാണ്. അവർക്ക് ഈ ഒരു അവസരത്തിൽ താങ്ക്സ് അറിയിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ബിസിനസിന്റെ ഓരോ ബാലപാഠങ്ങളും നഴ്സറി കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ അതത് സമയത്ത് അതത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള ഞങ്ങളൊക്കെ ടീമിന്റെ മെന്ററും ഗ്രേറ്റ് പവർഫുൾ ലീഡറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്ററുമായിട്ടുള്ള ഇസ്മായിൽ ഫ്രം തെയ്യാല, അദ്ദേഹത്തെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളത് മാത്രമല്ല, നമ്മുടെ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു വിജയമല്ല. നമ്മുടെ കൂടെ ഇതുപോലെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ്, SPGയുടെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് കൂടെ ഉണ്ട് എന്നതിൽ തന്നെ നമുക്ക് ഒരു അഭിമാനിക്കാം. അതുപോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി ഗ്ലോബലി അല്ലെങ്കിൽ ഉള്ളൊരു കമ്പനിയാണ്. ഗ്ലോബലി പോകാനുള്ള ഒരു കമ്പനിയാണ്, നമുക്കറിയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളെ നയിക്കുന്ന ടീം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അത് എന്തായിരിക്കണം, നല്ലൊരു പവർഫുൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ നല്ലൊരു ലീഡേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് എന്നതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം. മറ്റുള്ള ഓർഗനൈസേഷനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് SPG എന്ന ഓർഗനൈസേഷൻ.
അതിൽ ആ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി എന്താ പറയാ വലിയ എഡ്യൂക്കേഷനുള്ള വലിയ അറിവുകളുള്ള ലീഡേഴ്സിന്റെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നതും വലിയൊരു അഭിമാനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിജയത്തിൽ ഞങ്ങൾ ഒരു STC ആണ്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത്. ബിന്ദു കൃഷ്ണ BK ഫാമിലി എന്ന് നമ്മൾ അറിയപ്പെടും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കൈകൾ എത്തിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട്, ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3.5 വർഷത്തോളമായി. എന്തായാലും STC എന്ന റാങ്കിലാണുള്ളത്. എന്തായാലും അടുത്ത് തന്നെ ഒരു ഗോയിങ് RTCയിലേക്ക് എന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ പോകുന്ന വ്യക്തികളാണ്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും എന്താ പറയാ ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഈ ഒരു വിജയത്തിൽ എത്താൻ കാരണം നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ്. അതുതന്നെ പല ജില്ലകളിലും നമുക്ക് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അവിടെയുള്ള ഓരോ വ്യക്തികളെ, ഓരോ ടീം മെമ്പേഴ്സിനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വലിയൊരു എന്താ പറയാ ക്ലാസ്സോ മറ്റോ കാര്യങ്ങളൊന്നല്ല. നമുക്ക് ജീവിതത്തിൽ വിജയം അല്ലെ, സക്സസ്, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്, പല ജോലികളും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിൽ നിന്നൊക്കെ ഒരു 20 വർഷം 30 വർഷം 40 വർഷമൊക്കെ നമ്മൾ ഓരോ മേഖലകളും ജോലി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇപ്പൊ ഈ ഒരു സൂമിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ കഴിയാതെ പോകുന്ന വ്യക്തികളാണ് ഇതില് 99.9% വ്യക്തികളും. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നല്ലൊരു ലക്ഷറിയസ് ലൈഫിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബങ്ങളെ നല്ലൊരു ലൈഫിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുള്ള എന്താ പറയുക ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുമുണ്ട്. എന്തായാലും അവർക്കൊക്കെ ഒരു പ്രതീക്ഷയായിട്ടും അതുപോലെ തന്നെ ആ ഒരു സക്സസിലേക്ക് എത്താനും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കഴിയുമെന്നുള്ളതിൽ നമുക്കൊരു ആശങ്കയുമില്ല. 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എന്താണ്, നമ്മള് വന്നിട്ടുള്ളത് മൈലേജ് സ്റ്റൈലിൽ നിന്നും ആ ഒരു കമ്പനിയിലും അതുപോലെ തന്നെ SPG എന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ലീഡേഴ്സ് ഉള്ള ഒരു ടീമിലുമാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും വിജയിക്കാൻ കഴിയും. അപ്പോ അതിനെല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ ഞാൻ ആദ്യമായി എന്താ പറയാ ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും ഈ ജീവിതത്തെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. ക്യാഷിനേക്കാൾ അല്ലെങ്കിൽ പൈസയേക്കാൾ ഉപരി, വരുമാനത്തേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറ്റി, നമ്മൾ കുറച്ച് ഗുണങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ ഞങ്ങൾ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഒരു 4-5 കാര്യങ്ങളെ കുറിച്ച് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു കാര്യം ഒരു പോയിന്റ് പറയണമെങ്കിൽ തന്നെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറോളം നമുക്ക് അതിന് പറയാനുണ്ടാവും. അപ്പോ അത് നമുക്ക് സമയത്തിന്റെ എന്താ പ്രയാസം അനുസരിച്ച് അല്ലെങ്കിൽ പരിധി അനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാം. അന്ന് നമുക്ക് എന്താ പറയാ, നമുക്ക് ഈ ഒരു ബിസിനസ് 100% ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതില് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള 4-5 നേട്ടങ്ങളായിരുന്നു. നമുക്ക് ലാൻഡ് ലേബർ ക്യാപിറ്റൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ എന്താ പറയാ സഹായിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നു. അപ്പൊ നമ്മള് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നു. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അന്ന് സൂചിപ്പിച്ചത്. എന്നാലും കുറച്ച് കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാൽ പോലും ലീഡേഴ്സ് ഒക്കെ ക്ലാസ് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്കൊരു ഇതിൽ വരുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻസ്, നമുക്ക് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വേറെ ഏതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ ചെയ്താൽ കിട്ടാത്ത ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്താൽ പല നേട്ടങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് മറ്റുള്ള മേഖലകളിൽ നമുക്ക് ആരോഗ്യം എന്താ പറയാ ആരോഗ്യം അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ജോലികളും ചെയ്യുന്നില്ലേ. നമുക്കറിയാൻ പറ്റും, രാവിലെ 8 മണിക്കൂർ 12 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, നമുക്ക് ഒരുപാട് പരിചയമുള്ള വ്യക്തികളെ നമുക്കറിയാൻ പറ്റും. കാരണം അവരൊക്കെ ഈ ജോലി എന്നുള്ള ഒരു സംഭവം മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. കാരണം എന്താണ്, അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു തലവേദന, ഒരു പനി വന്നാൽ പോലും
ആ ജോലിയിൽ എന്താ പറയാ ലീവാക്കാൻ പറ്റുന്ന സ്ഥിതി വരുമ്പോൾ എന്താ പറയാ അവര് തന്റെ ആരോഗ്യ പ്രശ്നം മറന്നുപോലും ജോലിയിൽ മുഴുകുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-20 അല്ലെ 30 വയസ്സാകുമ്പോഴേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ പല എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് പിന്നെ അവിടെ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇവിടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അതുപോലെ തന്നെ വലിയ എന്താ പറയുക ഏത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ലെവലിലേക്ക് നമുക്ക് മാറാനും പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. കാരണം ആരോഗ്യം നമ്മുടേതാണ്, അത് നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കമ്പനി പറയുന്നത് തന്നെ യൂസ് ആൻഡ് റെക്കമെൻഡ് ആണ്. നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മള് പ്രൊഡക്റ്റ് വാങ്ങിച്ച ഉടനെ തന്നെ അത് വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാകുക എന്നുള്ളതല്ല. ആദ്യം നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യം സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു ഡെയിലി ഒരു 5 പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള 5 പ്രൊഡക്റ്റ് എങ്കിലും, ചുരുങ്ങിയത് 5 പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. കാരണം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആരോഗ്യം കടം വാങ്ങാനാവില്ല. അപ്പൊ ആരോഗ്യം നമ്മൾ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. എന്നിട്ടാണ് നമ്മളൊരു സമൂഹത്തിന്റെ ആരോഗ്യത്തിലേക്ക് സംരക്ഷിക്കേണ്ട ആരോഗ്യത്തിലേക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അതാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നത് കൂടുന്നതിനൊപ്പം തന്നെ നമുക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റിലേഷൻഷിപ്പ്, അതും വലിയൊരു ഘടകം തന്നെയാണ്. ബന്ധങ്ങൾ, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും, ഞങ്ങൾക്ക് ഒരു എന്താ പറയുക പരിചയം എന്ന് വെച്ചാൽ ഞാനൊരു കൂലിപ്പണി മേഖലയായിരുന്നു, 26 വർഷം ആ മേഖലയിൽ തന്നെയായിരുന്നു. അവിടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ പരിചയമേ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ജോലി സ്ഥലം, അത് കഴിഞ്ഞാൽ നമ്മൾ വീട്, ഇങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ അന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലുള്ള കുറച്ച് ആളുകളെ കാണുമ്പോൾ ആ ഒരു പരിചയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നിപ്പോ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തപ്പോൾ ഏകദേശം 5 ജില്ലകളോളം ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവിടെയുള്ള ഓരോ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. അത്രയും ആ ജില്ലകളിൽ അത്രയും ആളുകളെ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, ആ സ്നേഹങ്ങൾ നമുക്ക് പങ്കിടാൻ പറ്റി. അതും ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എന്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്തൊരു കാര്യത്തിനായാലും നമുക്ക് ഇവിടൊക്കെ നമുക്ക് പോകുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മളെ കൈപിടിക്കാനും അവിടെ ഒട്ടനവധി ആളുകൾ നമുക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു ബിസിനസ് വന്നിട്ട് വലിയൊരു നേട്ടം. ആ ബന്ധങ്ങളാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഇത് പീപ്പിൾ ബിൽഡിംഗ് ബിസിനസ് ആണല്ലോ. ആളുകളെ വെച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേഷൻ ആണല്ലോ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നാണ്. നമുക്കറിയാം ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ സിസ്റ്റത്തിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ തന്നെയാണ്. ആ ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ തുടങ്ങുന്നതാണ് നമ്മളുടെ ബന്ധങ്ങൾ. കാരണം നമുക്ക് ആദ്യം എന്താ പറയുക നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും, അല്ല അയൽ ബന്ധങ്ങൾ ഉണ്ടാവും, അല്ല അങ്ങനെയുള്ള കുറച്ച് ബന്ധങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാകാറുള്ളൂ. മറ്റുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് മുന്നേ ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പോയ കാലഘട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ചിന്തിച്ചു നോക്കുക, ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ 100 കണക്കിന് ആളുകൾ, 1000 ആളുകളുടെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അത് ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്നാണ് നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതും എന്താ പറയാ, അതിന് ഞാൻ ആദ്യമായി മൈലേജ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയോടും അതുപോലെ തന്നെ മൈലേജ് സെയിൽ കമ്പനിയോടും ഞാൻ എന്താ പറയാ വലിയൊരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം എന്താണ്, ഇത് ജാതിബോധ ഭേദമന്യേ ഒരു കൂട്ടായ്മയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇതും വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇവിടെ തിരിച്ചു നോക്കുക, നമുക്ക് ഓരോ മേഖലയിലും എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, ഓരോ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഓരോ ജോലികളും നമുക്ക് നഷ്ടപ്പെടുന്ന
അല്ലെങ്കിൽ നീക്കിവെക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം അത് ജാതി തിരിച്ച് അല്ലെ മതം തിരിച്ചിട്ട് അല്ല അങ്ങനെയുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺമുന്നിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചിന്തിച്ചു നോക്കി, ഇവിടെ നമ്മൾ എന്താ പറയാ ഒരു മതസൗഹാർദ്ദം അത് എന്താ പറയാ ബിൽഡ് ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും, കൃഷ്ണൻ എന്നൊരു വ്യക്തിയുടെ താഴെ മുഹമ്മദ് എന്നൊരു വ്യക്തി വന്നാൽ ആ മുഹമ്മദ് എന്ന വ്യക്തിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കടമായിട്ടുണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി. ഈ മുഹമ്മദിന്റെ താഴത്ത് ഒരു തോമസ് ആണ് വരുന്നതെങ്കിൽ ആ തോമസിനെ വിജയിപ്പിക്കാനുള്ള കടമായിട്ടുണ്ട് മുഹമ്മദിനുണ്ട്. ഇങ്ങനെ ആ ഒരു എന്താ പറയാ കണ്ണികൾ, ആ സ്നേഹത്തിന്റെ കണ്ണികൾ, ആ ഒരുമയുടെ കണ്ണികൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ സ്നേഹം പങ്കിട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിലെ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് എന്തൊരു വലിയൊരു അഭിമാനമുണ്ട്. അപ്പൊ ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ യോജിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആ ഒരു എന്താ പറയുക, ഒരാൾക്ക് മറ്റൊരാളെ വിജയിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ കഴിയണം എന്നുള്ള ലെവലിലേക്ക് വരുമ്പോഴെന്തായാലും ഒരു സ്നേഹബന്ധങ്ങൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ സ്നേഹബന്ധങ്ങൾ നമുക്ക് നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതാണ് ഞാൻ എന്താ പറയാ ഈ ഇൻഡസ്ട്രിയോട് താങ്ക്സ് പറയാൻ കാരണം. നമ്മളിൽ നിന്ന് നമ്മുടെ തലമുറകളിലേക്കും ഈ സ്നേഹബന്ധങ്ങൾ, ഈ ഒത്തൊരുമ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണ്, നമ്മളിപ്പോ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ നമ്മളോട് ഒക്കെ എന്താ പറയാ ഒരു ജനറേഷൻ, ഈ ഒരു ബിസിനസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആണല്ലോ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ പോകുന്നത്. അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബന്ധങ്ങൾ, ഈ ഒരു ഒരുമ, ഈ ഒരു കൂട്ടായ്മ അവിടെ നിലനിർത്തുന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. അപ്പൊ അവിടെ എന്താ പറയാ ആ ഒരു എന്താ പറയാ ജനറേഷൻ നിലനിർത്താൻ ഇപ്പൊ നമ്മുടെ പ്രവീൺ സംസാറ് അദ്ദേഹം ആ ഇനി വരാൻ പോകുന്ന ആ ഒരു എന്താ പറയാ നമ്മുടെ തലമുറകളെ എന്താ പറയാ ഒന്നും കൂടി ശക്തപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രവീൺ സംസാറുടെ മകൻ നിഖിൽ സംസാറ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത്രയ്ക്ക് പോലും കമ്പനിയുടെ ഒരു വിഷൻ അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം 20 വർഷത്തെ അങ്ങേപ്പുറത്തേക്കുള്ള പ്രൊജക്റ്റും പ്രൊഡക്റ്റുമാണ് ഇപ്പൊ തന്നെ എന്തായാലും കമ്പനി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള വിഷനിലാണ് കമ്പനി നിൽക്കുന്നത്. കാരണം അത്രയ്ക്കും ഫോക്കസ്ഡ് ആണ് കമ്പനി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സന്തോഷിക്കാം. കാരണം നമ്മൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ തലമുറകൾ സെക്യൂർഡ് ആണെന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം. കാരണം അവർ ഈ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പോ ആ ഒരു കാര്യത്തിൽ ആ ഒരു ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻജോയ്മെന്റ് ആൻഡ് ഹാപ്പിനെസ്സോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. തിരിച്ചു നോക്കി നമുക്ക് ഏതൊരു ബിസിനസ്, ഉദാഹരണത്തിന് ഞാൻ എന്റെ കാര്യം തന്നെ എടുത്ത് പറയാം. ഇപ്പൊ ഞാനൊരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-5:30 ആകുമ്പോഴേക്കും നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് എന്ത് വർക്ക് തീർക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, 5:30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ. 5 മണി 5:30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്, ഈ ജോലി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകാന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഹാപ്പിനെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, ഹാപ്പിനെസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും നമ്മൾ ഏതൊരു ജോലിയായിട്ട് നമ്മൾ ഹാപ്പിനെസ്സോട് ചെയ്യണം, നമ്മളത് ഉത്തരവാദിത്തോടെ ചെയ്യണം. എന്നാൽ പോലും നമുക്കൊരു മനസ്സിന് ഒരു ഇതാണ്, കാരണം ആ സമയമാകാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലെവലിലാണ് ഒരു ജോലികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് ജോബുകളാവട്ടെ അല്ല മറ്റുള്ള എന്താ പറയുക ജോലികളാവട്ടെ, നമ്മൾ ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും, അവർ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ല ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ അവർ സന്തോഷം ഉണ്ടാകും. കാരണം എന്താണ്, ഞായറാഴ്ച ലീവാണ്. പക്ഷെ അതുവരെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും, എത്രത്തോളം എൻജോയ്മെന്റ് ചെയ്തിട്ട് ആ ജോലി ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അവിടെ ആ ലെവലിലേക്കാണ് മറ്റുള്ള ജോലികളൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മളൊരു ഹാപ്പിയോടെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് ഒരാഴ്ച വരുമാനം വന്നിട്ടില്ല, 2 ആഴ്ച വരുമാനം ഇല്ലെങ്കിൽ പോലും എന്തായാലും നമ്മൾ തളരുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ആ ഒരു എൻജോയ്മെന്റ് എന്താ പറയുക താഴോട്ട് പോകുന്നില്ല. കാരണം എന്താ, ഇവിടെ നമ്മളൊരു കൂട്ടായ്മയോടെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ചിലപ്പോൾ 2, 3, 4 ആളുകളൊക്കെ കൂടി നമ്മൾ പോകുന്നല്ലേ, അവർ പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെച്ചും ഈ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും. കാരണം നമുക്കറിയാൻ പറ്റും, വീട്ടിൽ എന്ത് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ അതൊക്കെ മറക്കുകയാണ്. കാരണം ഓട്ടോമാറ്റിക്കലി മറക്കുകയാണ്. കാരണം അവിടെ നമ്മൾ ഒരു വ്യക്തി മാത്രം ചിന്തിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയില്
എന്താ പറയുക, നമ്മുടെ ഒരു സക്സസിന്റെ ചിന്തകൾ മാത്രമല്ല വരുന്നത്. ഇപ്പൊ വീട്ടിലെ പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങള്, ലോണ് തെറ്റിയതും, ആ അടവും ഈ അടവും, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി ജോലിക്ക് പോകുമ്പോഴും അതുപോലെയുള്ള പല ചിന്തകളാണ് ബ്രെയിനിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ വെച്ച് അവിടെ അങ്ങനത്തെ ഒരു പ്രയാസം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര ഒരു എന്താ പറയുക 3-4 ആളുകൾ കൂടിയിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ ഈ 4 ആളുകളുടെ മൈൻഡ് ഒരു മൈൻഡ് സെറ്റ് അല്ല. അതില് ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായാൽ മതി, നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിട്ട് തന്നെ അത് മറ്റു 3 ആളുകളിലേക്കും അത് പകർന്നു കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ലെവലിലേക്ക് പോകുമ്പോൾ അത് എല്ലാവരും അപ്പൊ ഹാപ്പി ആയിട്ട് ആയിരിക്കും അപ്പൊ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലെവലിൽ എന്താ പറയുക, നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹാപ്പി ആയിട്ട്, നല്ലൊരു എൻജോയ്മെന്റോട് കൂടി നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മള് വർക്കിന് പോകുമ്പോൾ, കാരണം എന്താണ് നമുക്ക് ഇതിനൊരു ക്ഷീണവും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെച്ചാൽ, ഞങ്ങളെ അനുഭവം വെച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മള് എന്താ പറയുക, രാവിലെ ഏകദേശം 8 മണിക്ക് ഇറങ്ങിയാൽ തന്നെ ചിലപ്പം 10 മണി, 11 മണി, 2 മണി, 3 മണി പുലർച്ചെ വരെ ഞങ്ങൾ വർക്ക് എടുത്തിട്ടുള്ള, ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈം വർക്ക് എടുത്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒരു ക്ഷീണമോ മറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ഒരു പ്ലാൻ പറയാൻ പോകുന്ന ഒരു പ്രോസ്പെക്ടർ, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു പ്രോസ്പെക്ടർ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ വിജയിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഈ ഒരു എന്താ പറയുക പ്രൊജക്ടിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കണം. ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുമ്പോഴേ നമുക്ക് എന്താ ഒരു സന്തോഷത്തോടു കൂടി, എൻജോയ്മെന്റോടെ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നമുക്ക് അവർക്ക് ഈ പ്ലാൻ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അവർക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ വിജയിക്കുന്നതിനേക്കാൾ ഉപരി, നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കൂടെ വന്ന ആളുകളെ നമുക്ക് എന്തൊക്കെ എവിടേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വളരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു സമൂഹത്തെ വളർത്താൻ, രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ രക്ഷിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സഹായം എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു തളർച്ചയോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എത്ര നേരം വെളുക്കും വരെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിന് ഇറങ്ങിയാൽ നമുക്കൊരു പ്രയാസങ്ങൾ വരുന്നില്ല. അത് നമ്മൾ സന്തോഷത്തോടു കൂടെ, എൻജോയ്മെന്റോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, യാത്രകളൊക്കെ സുഖകരമായിട്ടുള്ള ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രെയിനിലൊക്കെ നിന്ന് നിൽക്കാൻ പോലും സ്ഥലം കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ടും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ ഒരു എന്താ പറയാ ഒരു സ്ഥലങ്ങളിലെത്തി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു ദുഃഖകരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് അറിയില്ല, അത് അങ്ങനെ ആ ഒരു ബിസിനസ് ആ ഒരു രീതിയിലാണ് പോകുന്നതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ദൈവത്തോട് അതിനും നമുക്ക് നന്ദി പറയാൻ പറ്റും. കാരണം നമ്മൾ അത്രയും എന്താ പറയാ സെക്യൂർഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു എൻജോയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കൂടി ഒരു ബിസിനസ്സാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് എന്താ പറയാ, നമ്മുടെ പേഴ്സണാലിറ്റി, അതും വലിയൊരു ഘടകം തന്നെയാണ്. ഉദാഹരണം, ഈ ഒരു സൂമിന്റെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഇതൊന്നും പറ്റില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. കാരണം ഇവിടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തപ്പോൾ വലിയൊരു കാര്യം, ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളുടെ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ പറ്റുമെന്നുള്ളതാണ്. കാരണം എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഡ്രസ് കോഡിലാവട്ടെ, ഇതുപോലെ തന്നെ സംസാരിക്കുന്ന രീതിയിലാവട്ടെ, കാരണം നമുക്ക് ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ നമുക്ക് ഒരു സ്റ്റേജിലായാലും ശരി, 100 ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് ഉണ്ടാക്കി തന്നത് ESPG എന്ന ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്മാൻ, അതൊക്കെ ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാൻ. കാരണം നമ്മള് എന്താ പറയുക, വരുമാനത്തെക്കാളൊക്കെ ഉപരി ഈ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. പറയാൻ പറ്റും. ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സംസാര രീതി, അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പഴയ ലെവലിൽ നിങ്ങളൊക്കെ മാറി വലിയ എന്തൊരു വ്യത്യസ്തമായ രീതിയിലേക്ക് നിങ്ങൾ സംസാരം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ ആളുകൾ നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ കഴിവുകൾ വളരുന്ന, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് അതിനൊക്കെ നമ്മുടെ എന്താ പറയാ, ഞങ്ങളുടെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്, ഇതുപോലെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തന്നതും പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിച്ചുള്ള മൈ മെന്റർ ഇസ്മായിൽ സാർ, അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു
ശിക്ഷണത്തിൽ വളർന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഈ ഒരു ലെവലിലേക്ക് ഇത്രയും സംസാരിക്കാനുള്ള കപ്പാസിറ്റിയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വളർച്ച ഉണ്ടായത് തന്നെ. കാരണം ഒരു കൂലിപ്പണിക്കാരനിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് വലിയ രീതിയിൽ ഞാൻ മാറിയിട്ടില്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ലെവലിലേക്ക് മാറാൻ പറ്റിയത് ഇതുപോലെ ലീഡേഴ്സ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാവട്ടെ, ഇപ്പൊ നമുക്ക് എന്താ പറയാ പല രീതിയിൽ വളർന്ന ആളുകളാണ് നമ്മൾ. കാരണം ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയുന്ന രീതിയിൽ നിന്ന് നല്ലൊരു ക്ഷമയുള്ള ഒരു വ്യക്തിയാവാനും നല്ലൊരു സ്നേഹം പങ്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവാനും ഒക്കെ എന്താ പറയാ ഒരു കുടുംബത്തിനോടാകട്ടെ, കുട്ടികളോടാകട്ടെ, സമൂഹത്തിനോടാകട്ടെ നമുക്ക് പല മാറ്റങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റിയതും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് മാത്രം തന്നെയാണ്. അതിന്റെ അടുത്തതായി നമുക്ക് ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു റെക്കഗ്നേഷനാണ്. നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ അല്ലെ. നമുക്കറിയാം, എന്റെ ഒരു കാര്യം തന്നെ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു കൂലിപ്പണി മേഖലയിൽ ആയ സമയത്ത് തന്നെ അവിടെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരു നല്ലൊരു വാക്ക് നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് എത്ര ജോലി ചെയ്തു കൊടുത്താലും നല്ലൊരു വാക്ക് നമുക്ക് എന്തായാലും കിട്ടൂല. കാരണം ഉദാഹരണത്തിന് ഞാനൊരു കോൺട്രാക്ട് ഫീൽഡിലായ സമയത്ത് നമ്മൾ ഒരു വീട് പണി കഴിയുമ്പോഴും അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളെ കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. അത് പെയിന്റിങ്ങിന് അങ്ങനെയായി, അല്ലെങ്കിൽ മരത്തിന്റെ കാര്യത്തിന് ഇങ്ങനെയായി, എന്തെങ്കിലും. കാരണം എന്താ വെച്ചാൽ അവര് എന്താ പറയാ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് തരാനുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തായാലും ഒഴിവാണം. ആ രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. അത് ജോലിക്ക് പോയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തു കൊടുത്തിട്ടും എന്താ പറയാ നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ എന്തൊരു ചെറിയ ഒരു അച്ചീവ്മെന്റ് വന്നാൽ പോലും, ചെറിയൊരു അച്ചീവ്മെന്റ് വന്നാൽ പോലും നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ലീഡേഴ്സിന്റെ വീട്ടിൽ പോയി ഒക്കെ അറിയാം അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാര മൂമെന്റുകളും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി ഒക്കെ അറിയാൻ പറ്റും. കാരണം എന്താണ്, അവിടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തി വന്നാലും അവർക്ക് എന്തൊക്കെയാണ് അവരുള്ള കഴിവുകൾ ഉള്ളത്, ആ കഴിവിനെ അവരെന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്താ പറയാ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഴിവെങ്കിലും ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അവർക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു കഴിവ്, ഒരു വ്യക്തി വന്നാൽ അവർക്ക് എന്തൊക്കെയാണ് ഉള്ള കഴിവുകൾ, ആ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അത് തളർത്താതെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് എന്താ വെച്ചാൽ നമ്മൾ താഴെ ലീഡർഷിപ്പ് ക്രിയേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഏത് കഴിവുകളായിക്കോട്ടെ അതിന് നമ്മൾ വളർത്തുക. അതുപോലെ തന്നെയാണ് SPG നമുക്ക് തരുന്നത്. എന്താ പറയാ ബെറി സ്റ്റാർ മുതൽ ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ തുടങ്ങിയുള്ള ഒരു എന്താ പറയുക റാങ്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ബെറി സ്റ്റാർ വന്നാൽ പോലും എന്തായാലും അവർക്ക് ഒരു റെക്കഗ്നേഷൻ ഉണ്ട്, ഒരു അംഗീകാരം ഉണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ ഒന്നും കൂടി എന്താ പറയാ നമുക്ക് ഉത്സാഹിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്താ പറയുക ഒരു റെക്കഗ്നേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് തൊട്ട് ക്രൗൺ അംബാസഡർ വരെ ആയിട്ടുള്ള റാങ്കിൽ എത്തുന്ന വരെയുള്ള റെക്കഗ്നേഷൻ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. അപ്പൊ വീട്ടമ്മമാരെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും. വീട്ടിൽ എന്താ പറയാ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാരെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. അവര് എന്ത് ലേഡീസിനെ കുറ്റം പറയല്ല, ജെന്റ്സിനെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറ്റം പറയല്ല. അവര് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ പോലും എന്ത് ചെയ്യും, അതിൽ ഉപ്പില്ല അല്ലെങ്കിൽ എരിവേറി, ഇങ്ങനെയുള്ള പല പരാതികൾ വരുന്നുണ്ടായിരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ അവര് ഒന്നുകിൽ അവർക്ക് മനസ്സിലൊരു ഈഗോ പോലുള്ള കാര്യങ്ങൾ വന്നത് കൊണ്ടാവും. അങ്ങനെ എന്താ പറയാ അതൊരു ലെവലിലേക്ക് മാറുന്നില്ല. കാരണം ഒരു വാക്ക് എന്താ പറയാ ഭാര്യ ഭർത്താവിൽ നിന്നല്ല, ഭർത്താവ് ഭാര്യയിൽ നിന്നോ ശരിക്കും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ അതിനൊക്കെ ഒരു വേറിട്ട ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് റെക്കഗ്നേഷനും ഒരുപാട് നമുക്ക് പ്രോത്സാഹനങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് എന്താ പറയാ ഒരു ഏരിയ ലിമിറ്റ്, ഒരു ടൈം ലിമിറ്റ്, ഒരു ഏരിയ ലിമിറ്റ് നമുക്ക് ഇതിൽ വരുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഫ്രാഞ്ചൈസി എടുക്കാന്നുണ്ടെങ്കിൽ, ഒരു കയർ ബേക്കറി ഒരു ഫ്രാഞ്ചൈസി എടുക്കാന്നെങ്കിൽ ഒരു ഏരിയയിൽ ഇന്ന സ്ഥലത്ത് മാത്രമേ ആ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മലബാർ ഗോൾഡായിക്കോട്ട് നോക്കണം. അപ്പൊ അവിടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഓണറുടെ ഒരു സമ്മതം വേണം. അതുപോലെ തന്നെ പല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഓരോ ഏരിയകളിലും. നമുക്കൊരു അവരുടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ
ഇന്ത്യയിൽ ഇപ്പൊ കമ്പനിയുടെ പേര് തന്നെ നമുക്ക് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ഗ്ലോബലി പോകുന്ന കമ്പനിയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ആ സമയത്ത് ഗ്ലോബലി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയും നമുക്ക് ഏത് രാജ്യത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അറിയാതെ പോലും ഈ ബിസിനസ് എന്ത് ചെയ്യും, നമ്മള് ഗ്ലോബലി നമ്മൾ പോകുന്നുണ്ടായി. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് എവിടെയും നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. കാരണം നമ്മൾ ഇത് ഓരോ ഓണർഷിപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഓണർഷിപ്പ് മറ്റുള്ള ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ നമുക്ക് എവിടെയും നമുക്ക് എന്താ പറയുക കൊടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പേടി കൂടാതെ നമുക്ക് എവിടെയും നമുക്ക് ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും. ഏത് സമയത്തും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഒരു രാത്രി 10-11 മണിയാകുമ്പോഴേക്കും ഒരു ഒട്ടനവധി കടകൾ അടക്കുന്നുണ്ടായിരിക്കും അല്ലെ. ട്രഡീഷണൽ ബിസിനസ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അവർക്ക് ഒരു ടൈം ഉണ്ട്. ടൈം എന്ന് വെച്ചാൽ 10 മണി അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അടച്ചു പോകാൻ പറ്റും. പിന്നെ അവര് ആ ബിസിനസ് അവിടെ സ്റ്റോപ്പാണ്. പിന്നെ രാവിലെ 7 മണിക്ക് 6 മണിക്ക് വന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല ശരി 24 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഏരിയ ലിമിറ്റ് ഇല്ലാതെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ നമുക്ക് എന്തായാലും ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരു ബിസിനസ്സിന് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാൻ പറ്റും മറ്റുള്ള ജോലികൾ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലെ ജോലികളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കറിയാൻ പറ്റും അവര് എക്സ്പീരിയൻസ് ആണ് അവർ ആദ്യം ചോദിക്കുക അല്ലെ. ഒന്ന്, രണ്ടാമത് ക്വാളിഫിക്കേഷൻ ചോദിക്കും അല്ലെ, പ്രായപരിധി നോക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ജോലിക്ക് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയാ, ഇവിടെ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രയാസങ്ങൾ വരുന്നില്ല. കാരണം എന്താ പറയുക 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അവിടെ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ എന്തൊരു ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് തടസ്സമായി വരുന്നില്ല. അത് തന്നെയാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു 2 വർഷം കഴിയുമ്പോൾ ഇത് 1,50,00,000 കുട്ടികളാണ് അല്ലെ, 18 മില്യൺ യൂത്തുകളാണ് ഇതൊരു കരിയറായിട്ട് മാറ്റുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരിക്കും. അതുപോലെ അവരുടെ പ്രായപരിധി നിർബന്ധമായിരിക്കും. അതുപോലെ തന്നെ അവർ സ്കില്ല്, അവർ കഴിവുകൾ വെച്ചിട്ടാണ് പിന്നെ അവർ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു 1-2 വർഷത്തിനുള്ളിൽ ഉണ്ടാകും. ഇപ്പൊക്കെ നമുക്ക് ഭാഗ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ അറിഞ്ഞാൻ കഴിയല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിൽ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കണം. അതുപോലെ ഇനി നമ്മൾ എത്തിക്കേണ്ട ആളുകൾ, ഈ ഒരു ബിസിനസ് എത്തിക്കേണ്ട ആളുകൾ, ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ യൂത്തുകളിലേക്ക് എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉള്ള ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് ഇനി അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണല്ലോ. ബിസിനസ് പോലെ ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഇവിടെ പഠിക്കാനുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അതുപോലെ തന്നെ കമ്പനിയും അതുപോലെ തന്നെ ഓർഗനൈസേഷനും ടീമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ, അതാണ് പ്രോഗ്രാമുകളാണ് ഈ ഒരു ബിസിനസിന്റെ സ്കൂൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള സ്കൂൾ എവിടെയാണ്, നമ്മുടെ പ്രോഗ്രാം വേദികളാണ്. ഇപ്പൊ RTPയിലായിക്കോട്ടെ, അതുപോലെ തന്നെ GTS പോലുള്ള പ്രോഗ്രാമിലായിക്കോട്ടെ, NDO പ്രോഗ്രാമിക്കോട്ടെ, ടീം മീറ്റിംഗുകളായിക്കോട്ടെ, ഇങ്ങനെ ഓരോ സെഷനുകളും നമുക്ക് അതത് സമയങ്ങൾക്ക് തരുന്ന ഓരോ നിർദ്ദേശങ്ങളും പഠനങ്ങളും അറിവുകളുമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റാങ്കിനനുസരിച്ച് നമുക്ക് ഉയരാനും പറ്റുള്ളൂ. അതനുസരിച്ച് തന്നെയായിരിക്കും നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് ഹാർവസ്റ്റർ സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ എന്താ പറയുക എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ MyDigi World എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ആപ്പിലൂടെ നമുക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലത്തെ യൂട്യൂബ് ചാനലുകളിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതൊരു വ്യക്തിക്കും, പഠിച്ച ആൾക്കും പഠിക്കാത്ത ആൾക്കാർക്കായാലും ശരി, പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയതും പഠിച്ചെടുക്കാൻ പറ്റിയതും സിസ്റ്റങ്ങളും മറ്റുമാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ബിസിനസ്സിലൂടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിത് അതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു പഠിച്ചു വന്നിട്ട് ചെയ്യാം എന്നുള്ള ലെവലില് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നോ ബോസ്. അത് ഏറ്റവും വലിയൊരു പ്രധാനം തന്നെയാണ്. കാരണം ഏറ്റവും നമ്മൾ വെറുക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം ഒരു ബോസ് എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അല്ലെ. അത് 90% ആളുകൾക്കും പ്രയാസം തന്നെയാണ്. നമ്മളൊരാളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ചീത്ത പറയാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു പ്രയാസമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പക്കൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് ദേഷ്യം തോന്നാറില്ലേ.
പിന്നെ എന്താണ് ഇതൊരു ജോലിയല്ലേ, ഇത് നമ്മളൊരു വരുമാന മാർഗമല്ലേ, ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ജോലിക്കൊക്കെ ഇറങ്ങുന്നത്. പിന്നെ അവിടെ ചെന്നാൽ കേൾക്കുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തെങ്കിലും സഹിച്ചും ത്യജിച്ചുമാണ് നമ്മൾ ഓരോ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ശരിക്കും വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു ബോസ് തന്നെയാണ്. അത് ജോലി മേഖലയിലായാലും ശരി, കൂലിപ്പണി മേഖലയിലായാലും ശരി. അപ്പൊ കൂലിപ്പണി മേഖലയിൽ തന്നെ ആയാലും നമ്മളൊരു മേസ്ത്രിയുടെ കൂടെ പോകുമ്പോൾ അദ്ദേഹം എന്തൊക്കെ പറയാറുണ്ട്, ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. കാരണം തെറികൾ വരെ നമ്മളോട് പറയും നമ്മൾ ഹെൽപ്പറായിട്ട് പോകുന്ന സമയത്ത്. അതിലൊക്കെ പിടിച്ച് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എന്തൊരു മെയിൻ ഒരു പണിക്കാനായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതിനാ ക്ഷമ നമുക്ക് വേണം. അപ്പൊ എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു ബോസിനെയാണ് നമ്മൾ എന്താ പറയാ വെറുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിന് അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം എന്ത് ചെയ്യാ ഈ ഒരു ബിസിനസ്സിൽ ഇല്ല. അങ്ങനെ ഒരു ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പക്ഷെ നമ്മുടെ നിയന്ത്രിക്കാൻ, നമ്മൾ വഴികൾ കാണിച്ചു തരാൻ അപ്ലൈൻ, മെന്റർ, ഇങ്ങനെയുള്ള ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഈ ഒരു ബിസിനസ് എന്താണെന്ന് നമുക്കറിയില്ല, പഠിച്ചിട്ടുമല്ല നമ്മളിത് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വഴികൾ പറഞ്ഞു തരാനും, വിജയിച്ചിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ എത്തി, ആ എത്തിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ആ എത്തിയിട്ടുള്ള വ്യക്തികളാണ്, ആ വിജയിച്ചിട്ടുള്ള തത്വത്തിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച്, നമ്മളുടെ സക്സസിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറണമെങ്കിൽ എന്താ പറയുക, നമ്മുടെ മെന്റർ അപ്ലൈൻ അവരെന്താണോ പറയുന്നത് അത് അനുസരിക്കുക. 100%, 110% അനുസരിക്കുക. അത് അങ്ങനെയാണെന്നല്ല പറയുമ്പോൾ അത് ഇങ്ങനെയല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്, ഓക്കെ സാർ അത് അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വഴി കാട്ടാനുള്ള, അല്ലെങ്കിൽ നമ്മൾ സക്സസിലേക്ക് എത്താനുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൂടെയുണ്ട്. അതാണ് എന്താ പറയുക, നമ്മുടെ ബോസ്, നമ്മൾ ബോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എന്താ പറയാ, ഇവിടെ നമ്മൾ എന്താ പറയാ അഴിച്ചേൽപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളൊരു ബോസ് ഇല്ല എന്ന് തന്നെയാണ് ഇതൊരു വലിയൊരു ഘടകം, നമുക്ക് കിട്ടുന്ന വലിയൊരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ നോ ടാർജറ്റ്, നമുക്കിതൊരു ടാർജറ്റ് ഇല്ല. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു കമ്പനി പറയാനുണ്ട്, മറ്റുള്ള കമ്പനികളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഇൻകം പ്ലാൻ തന്നെ പല വ്യത്യാസങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പനി നമ്പർ 1 ആയതെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം എന്താ പറയുക, ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്, അതുപോലെ ഇൻകം പ്ലാൻ സിസ്റ്റങ്ങൾ ഏറ്റവും ടോപ്പാണ് നമ്മുടെ ഇൻകം പ്ലാൻ. കാരണം എന്താണ്, വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. 2 ഓർഗനൈസേഷനിലും ഫയർ മാച്ച് നടത്തുന്നതിന്റെ 12% നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നത്. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ബിസിനസ് നടത്തുന്ന ടേൺ ഓവറിന്റെ, ബിസിനസ് വോളിയത്തിന്റെ, ഫെയർ മാച്ചിങ്ങിന്റെ 12% നമുക്ക് കിട്ടുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മറ്റുള്ള കമ്പനികളുടെ ഒരു ഇൻകം പ്ലാൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ചിലപ്പോൾ അത് എന്താ പറയാ ഒരാഴ്ചയിൽ നിന്ന് കാണാപ്പാടം പഠിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇൻകം പ്ലാനിൽ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാന് നമ്മളെ കമ്പനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ടാർജറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് ഒരു ടാർജറ്റ് നമുക്കില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മൾ സ്വന്തമായിട്ടൊരു, അതുപോലെ തന്നെ ടാർജറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. മറ്റുള്ള കമ്പനികൾ എന്താ പറയാ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വോളിയം അല്ലെങ്കിൽ പോയിന്റുകൾ, നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്തതിന്റെ പോയിന്റുകൾ എത്രയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടുകയുള്ളൂ. ആ പോയിന്റുകൾ അല്ലെങ്കിൽ മാച്ചിങ് ആവാത്ത, ആ മാസം തന്നെ മാച്ചിങ് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത മാച്ചിങ്ങിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിസ്റ്റം അതിലൊന്നും ഇല്ല. കാരണം അന്ന് കഴിഞ്ഞത് അന്ന് കിട്ടി, ആ ഒരു മാസം കിട്ടി, അല്ലെങ്കിൽ അത് വാഷ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. പിന്നെ അടുത്ത മാസം രണ്ടാമതും ഒന്നിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ഇവിടെ ചിന്തിച്ചു നോക്കുക, നമ്മള് എന്താ പറയാ ഇതൊരു എന്താ പറയുക വാഷ് ഔട്ടിങ് സിസ്റ്റം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാരി ഫോർവേഡിങ് സിസ്റ്റം നമുക്ക് ഇതിലുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ച എത്ര പോയിന്റുകളായാലും ശരി, നമുക്ക് ഈ ആഴ്ച ഇല്ലെങ്കിൽ അത് അടുത്ത ആഴ്ച, അല്ലെങ്കിൽ ഈ മാസം ഇല്ലെങ്കിൽ അടുത്ത മാസം നമുക്കത് കിട്ടുന്നുണ്ടായിരിക്കും. ഒരിക്കലും അത് വാഷ് ഔട്ട് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എന്തൊരു ടാർജറ്റ് മറ്റു കാര്യങ്ങളാണ് മറ്റുള്ള കമ്പനികളൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ടാർജറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ടാർജറ്റ് ഇടാം. അങ്ങനെ ഇട്ടാൽ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വളരാൻ, നമുക്ക് ഇൻകത്തിലേക്ക് മാറാനും പറ്റും. കാരണം നമ്മൾ ഈ ആഴ്ച നമുക്ക് എത്ര വേണമെന്നുള്ളത് നമ്മൾ തന്നെ ടാർഗറ്റ് ഇടാം. ഈ ഒരു മാസത്തിലേക്ക് നമുക്ക് എത്ര അത് നമ്മൾ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ എത്ര റാങ്കുകൾ വരണം, എത്ര അച്ചീവ്മെന്റ് വരണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ടാർഗറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രവർത്തിച്ച് വിജയിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ 10-15 നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വന്നാൽ നമുക്ക് കിട്ടാനുണ്ട്.
ഇതൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടി വരും. എന്തായാലും സമയം കൂടുതൽ പരിമിതി ഉണ്ട്. എന്തായാലും നിർത്താനായി. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു മൈലേജ് എന്ന ഒരു ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രം പോരാ, നല്ലൊരു ഉറച്ച തീരുമാനത്തിൽ വരണം. ഒരു ഒറ്റ തീരുമാനം നമുക്കുണ്ടാവണം. ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. ആ ഉറച്ച തീരുമാനം എടുത്താൽ മാത്രം പോരാ, ആ ഉറച്ച തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കാൻ, അല്ലെ, ഉറച്ചു നിന്ന് ആ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ, ഉറപ്പായിട്ടുള്ള തീരുമാനത്തിലൂടെ കൂടി ആ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാധ്യതകളിലേക്ക് നോക്കിക്കാണുന്നവന് ഒരിക്കലും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. സാധ്യതകളിലേക്ക് നോക്കിക്കാണുന്നവനാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് നമ്മൾ സാധ്യതകളെ നോക്കി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോ എന്താ പറയാ, വിജയിച്ച ആളുകൾ പാതി വഴിയിൽ വിജയിച്ചു പോയ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. വിജയിച്ച വ്യക്തികളാരും പാതി വഴിയിൽ വിജയിച്ചു പോയിട്ടുമില്ല. അപ്പോൾ നമ്മൾ ലക്ഷ്യം കാണും വരെ നമ്മൾ പ്രവർത്തിക്കുക, പ്രയത്നിക്കുക. അതിലൂടെ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാനാവും. അങ്ങനെ വിജയിച്ചിട്ട് ഒട്ടനവധി ആളുകളെ നമ്മുടെ കൺമുമ്പിൽ കണ്ടത്. അവരുടെ ഒപ്പം എത്താൻ നമുക്കും കഴിയും. ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇത് എത്താൻ, ആ ലെവലിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഇതിൽ ഈ റൂമിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ ലെവലിലേക്ക് മാറാൻ കഴിയുമെന്ന് 100% വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസ കൊണ്ട് നിർത്തുകയാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇന്ന് ഇവിടെ MC ആയിട്ടുള്ള സുഹ്റാ മാഡം അവരെ കുറിച്ച് ഒരു കാര്യം കൂടി പറയുന്നത്, കാരണം വെച്ചാൽ ഒരു വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. ഞാൻ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ ആയിഷ മാഡത്തിന്റെ കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ചെറുതോട് ആയിഷ മാഡത്തിന്റെ കാര്യം. എന്തായാലും ആ ലെവലിലേക്കൊക്കെ അവരെ എത്തിപ്പെടുന്നുണ്ടായിരിക്കും. കാരണം നമ്മുടെ ടീമിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് റാങ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് സുഹ്റാ മാഡം. അതൊക്കെ കാരണം അവിടെ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളത് മറ്റുള്ള ജില്ലകളിലാണ് ടീം സെറ്റ് ആയിട്ടുള്ളത്. എങ്കിൽ പോലും ആ ഒരു ദൂരമോ അല്ലെ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ അവർ അതത് സമയങ്ങൾ അവിടെ എത്തി അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ടീമിനെ ഡെവലപ്മെന്റ് ചെയ്തു കൊടുത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറുകളാണ്. അതുപോലെ അനവധി ലീഡേഴ്സ് നമ്മുടെ ടീമിലും ഇതിലും എല്ലാം ഉണ്ട്. എന്തായാലും അവർക്ക് വിജയത്തിന് വേണ്ടിയാണ്, ഒരു വിജയത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്ര സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ലീഡേഴ്സിനും SPGക്കും ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ഒരു സബ്ജക്റ്റുമായി നല്ലൊരു ലീഡർ നാളെ വരുന്നുണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക, പുതിയ ആളുകളെ പങ്കെടുക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ, ബെസ്റ്റ് വിഷസ്.